അപ്പോൾ നമ്മുടെ ITBP-യിലേക്ക്, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി ജഡ്ജ് അറ്റോർണി ജനറൽ ആണ് വിളിച്ചിട്ടുള്ളത്. അറ്റോർണി ജനറൽ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ്. ഡെപ്യൂട്ടി കമാൻഡന്റ് പോസ്റ്റ് ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അത്യാവശ്യം നല്ല സാലറിയും റാങ്കൊക്കെ കിട്ടുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2025 നോട്ടിഫിക്കേഷനാണ്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല ഇത്. വളരെ ചുരുക്കം ചിലർക്ക്, അതായത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് നോക്കാവുന്നതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാം. അപേക്ഷ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 2/12/2025 ഏകദേശം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31/12/2025 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. വേക്കൻസി നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് പോസ്റ്റാണ്. ഡെപ്യൂട്ടി ജഡ്ജ് അറ്റോർണി ജനറലിലേക്കുള്ള പോസ്റ്റാണ്. 7 ഒഴിവാണ് ടോട്ടലി ഉള്ളത്. അതിൽ ഓരോരു വിഭാഗത്തിന് വന്നിട്ടുള്ള ഒഴിവ് വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 7 ഒഴിവുകളാണുള്ളത്. ITBP-ൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സാലറി സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് 67,700 മുതലാണ് സ്റ്റാർട്ടിങ് പറയുന്നത്. ലെവൽ 11 ആണ് കേട്ടോ പേ സ്കെയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൂടുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും. മാക്സിമം നിങ്ങൾക്ക് 2,08,700 രൂപയായിരിക്കും ശമ്പളം ലഭിക്കാനായിട്ട് പോകുന്നത്. 8 പേ കമ്മീഷനും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിലും ഡബിൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരുപാട് അലവൻസ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 40 വയസ്സ് കവിയാൻ പാടില്ല അപേക്ഷകർ എന്നാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട യോഗ്യത നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ ഉണ്ടായിരിക്കണം ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതായത് നിയമ ബിരുദം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 7 year എക്സ്പീരിയൻസ് ഇൻ ലീഗൽ പ്രാക്ടീസ് ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ലോ വിത്ത് 5 year എക്സ്പീരിയൻസ് ഇൻ ലീഗൽ പ്രാക്ടീസ്. ഒന്നിക്ക് നിങ്ങൾക്ക് ഒരു ഡിഗ്രി മതി. ആ ഡിഗ്രിയിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ എൻറോൾമെൻറ്റ് ആസ് ആൻ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ, മറ്റു ഇഷ്യൂ ഒന്നും ഉണ്ടാവരുത്, അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാനും പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ട് ഇതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രാജുവേറ്റ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ലോയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അതുപോലെ 2 year എക്സ്പീരിയൻസ് ഇൻ ഡീലിംഗ് വിത്ത് ട്രയൽസ് അണ്ടർ സ്പെഷ്യൽ ലോ റിലേറ്റഡ് ടു ആംഡ് ഫോഴ്സിൻ്റെ കീഴിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും. ഇതില്ലെങ്കിലും പ്രശ്നമില്ല. മുകളിൽ പറഞ്ഞ ഈ 2 യോഗ്യതകൾ നിർബന്ധമായിട്ടുണ്ടായാലും മതി. രണ്ടിലേതെങ്കിലും ഒരു യോഗ്യത, ഡിഗ്രി എക്സ്പീരിയൻസ് 7 വർഷം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എക്സ്പീരിയൻസ് 5 വർഷം, അതിൻ്റെ കൂടെ വക്കീലായിട്ട്, അതായത് അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യാൻ പറ്റണം. ഈ യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും പ്രായത്തിലുള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഹൈറ്റ്, മെയിൽസിന് ഏകദേശം 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, ഫീമെയിൽസിന് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. മെയിൽസിൻ്റെ ചെസ്റ്റ് വരുന്നത് 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 86 സെൻറ്റിമീറ്റർ ആക്കി ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ അപേക്ഷാ ഫീസിൻ്റെ കാര്യം കൂടി പറയാം. 400 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അത് വരുന്നത് കാൻഡിഡേറ്റ് ബിലോങ് ടു ജനറൽ EWS OBC കാറ്റഗറിയിൽ വരുന്നവരാണ് ഈ പൈസ അടയ്ക്കേണ്ടത്. SC/ST അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെലക്ഷനിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫിസിക്കലാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് വരുന്നത്. ഫിസിക്കൽ നമ്മളിത് ആദ്യം പറഞ്ഞു, ഹൈറ്റും അതുപോലെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ആൺകുട്ടികൾക്ക് 100 മീറ്റർ ഓട്ടം ഉണ്ട്, 28 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യണം. 800 മീറ്റർ ഓട്ടം ഉണ്ട്, 6 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 4.5 മീറ്റർ ഷോർട്ട് പുട്ടാണ് കേട്ടോ വരുന്നത്. അത് 7.26 കിലോഗ്രാംസിനുണ്ട്. 3 ചാൻസിൻ്റെ ഉള്ളിൽ ആ ഷോർട്ട് പുട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഫീമെയിൽസിൻ്റെ നോക്കുകയാണെങ്കിൽ 100 മീറ്റർ ഓട്ടം 30 സെക്കൻഡിൽ, 800 മീറ്റർ ഓട്ടം 7 മിനിറ്റിൽ. അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് പറയുന്നുണ്ട്. അത് പെൺകുട്ടികൾക്ക് ഇല്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റും കാര്യങ്ങളും അതൊക്കെ പറയുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. LLB ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക്, നിയമ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പോസ്റ്റ് തന്നെയാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.